വീട്ടുവളപ്പിലും അടുക്കളത്തോട്ടത്തിലും മറ്റും വള്ളിപ്പയർ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഈ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ വീട്ടുമുറ്റത്തിനോട് ചേർന്ന് കിടക്കുന്ന അടുക്കളത്തോട്ടത്തിലാണ് 10 മണി നീളൻ പയറിന്റെ വിത്ത് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള നല്ല ഇനം ഹൈബ്രിഡ് പയർ വിത്തുകളാണ് നമ്മൾ വാങ്ങി കൃഷി ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല മാംസളമായിട്ടുള്ളതും നല്ല നീളമുള്ളതുമായിട്ടുള്ള പയറുകൾ ഇതുപോലെ നമുക്ക് വിളയിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള നാടൻ വളങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന ജൈവ സ്ലറി ദ്രാവക വളങ്ങളും മറ്റും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വള്ളിപ്പയർ പറിച്ച് മടുക്കും. ദിവസേനയോ അതല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ ഒക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വള്ളിപ്പയർ നമുക്ക് ഇതിൽ നിന്നും പറിച്ചെടുക്കാം. കൃഷിയിൽ പരിചയമില്ലാത്ത ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു നാടൻ കൃഷിരീതിയാണ് ഇത്. ഈയിടെയായിട്ട് എന്റെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ ഒരു തത്ത വന്ന് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കാണുന്നത്. പച്ച പയറുമണികൾ കൊത്തിത്തിന്ന് ഓടക്കുഴലിന് ഓട്ടയിട്ട് വെച്ചതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കുന്നത് മുതൽ വളം ചേർക്കുന്നതും മറ്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കൃഷി ചെയ്ത് തുടങ്ങിയത് മുതൽക്കുള്ള ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും ശ്രമിക്കണം. ഇനി അങ്ങോട്ട് പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ നന്നായിട്ട് വള്ളിപ്പയർ കൃഷി ചെയ്യാനായിട്ട് കഴിയും. ഈ കാണുന്ന ഒരു സിയുടെ ആകൃതിയിൽ അതല്ലെങ്കിൽ ഒരു യു ആകൃതിയിലുള്ള ഈ സ്ഥലത്താണ് ഏതാനും വള്ളിപ്പയറിന്റെ വിത്ത് ഉപയോഗിച്ച് ഞാനിവിടെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് യു ഷേപ്പിലുള്ള ഇതുപോലൊരു സ്ഥലം തന്നെ വേണം എന്നൊന്നുമില്ലട്ടോ. ഒരു 2.5 അടി വീതിയും ആവശ്യത്തിന് നീളവും ഉള്ള ഒരു സ്ഥലം നമ്മുടെ വീട്ടുമുറ്റത്തിനോട് ചേർന്നിട്ടോ അടുക്കളത്തോട്ടത്തിലോ വീട്ടുവളപ്പിലോ ഒക്കെ കിട്ടിയാൽ മതി. ഈ വള്ളിപ്പയർ ഇവിടെ കൃഷി ചെയ്തു തുടങ്ങിയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഉച്ചയ്ക്ക് മാത്രം അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ ഉറച്ചു കിടക്കുന്ന സ്ഥലമാണെങ്കിൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം വളരെ നന്നായിട്ട് ഒന്ന് കൊത്തി ഇളക്കി വെക്കണം. അതിനുശേഷം ആ മണ്ണിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ അടുപ്പിൽ കത്തിച്ചിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള വെണ്ണീർ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ഈ മണ്ണും ചാരവുമായിട്ട് ഒന്ന് കൊത്തി ഇളക്കി ചേർത്ത് വെച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന മണ്ണ് 2-3 ആഴ്ചകൾക്ക് മുമ്പേ കുമ്മായം ചേർത്ത് നന്നായി കൊത്തി ഇളക്കി വെച്ച മണ്ണാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ മറ്റൊരു രീതിയിലാണ് കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിവിടെ മണ്ണും ചാരവുമായി ചേർത്ത് നന്നായി കൊത്തി ഇളക്കി വെച്ചിട്ടുണ്ട്. 2-3 ദിവസം അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വിത്തുകൾ കുത്തിയിടാം. വിത്തുകൾ പാകുന്നതിന്റെ 2-3 മണിക്കൂർ മുമ്പ് ശുദ്ധജലത്തിലോ സ്യൂഡോമോണാസ് ലായനിയിലോ കുതിർത്തി വെക്കണം. കൃഷി ചെയ്യാൻ പോകുന്ന മണ്ണ് ഉറച്ചതാണെങ്കിൽ ആദ്യമേ തന്നെ ആഴത്തിൽ കൊത്തി ഇളക്കി വെച്ചിട്ടുള്ളതായിരിക്കണം. അതിനുശേഷം മണ്ണിൽ 1 ഇഞ്ചോളം ആഴത്തിൽ ചെറുതായിട്ടൊന്ന് കീറി വെച്ചു കൊടുക്കുക. ശേഷം ഈ ചാലിലേക്ക് കുറേശ്ശെ വെള്ളം നനച്ചു കൊടുക്കണം. ഇതിന് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഡിസംബർ പകുതിയായിട്ടുള്ള ഒരു സമയത്താണ് ഞാനിത് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ കുറേശ്ശെ ഈർപ്പം നിലനിൽക്കുന്നുണ്ട്. മണ്ണ് നന്നായി വരണ്ടുണങ്ങിയതാണെങ്കിൽ കുറച്ചുകൂടി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വിത്തുകൾ കുത്തിയിടാം. ഇതിപ്പോ കുറച്ച് വിത്തുകൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ധാരാളം വിത്തുകൾ ഉണ്ടെങ്കിൽ ഒരു 1/2 അടിയോളം അകലത്തിൽ അടുത്തടുത്തായിട്ട് വിത്തുകൾ കുത്തിയിടാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് മുളച്ചു വരുമ്പോൾ കരുത്ത് കുറഞ്ഞവ പിഴുതു മാറ്റുന്നതിനും കരുത്തുള്ളവ നിലനിർത്തുന്നതിനും ഒക്കെ ഉപകരിക്കും. പാകിയ വിത്തിന് മുകളിലേക്ക് വളരെ കുറേശ്ശെ മാത്രം മണ്ണ് പതിയെ തട്ടിയിട്ട് കൊടുക്കുക. ഇതുപോലെ സ്യൂഡോമോണാസിൽ കുതിർത്തിയെടുത്തിട്ടില്ലാത്ത വിത്തുകളാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉറുമ്പിന്റെ ശല്യമുണ്ടെങ്കിൽ കുറേശ്ശെ ഉറുമ്പ് പൊടി വിതറിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഉറുമ്പ് പൊടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ചാഴിപ്പൊടിയോ മറ്റെന്തെങ്കിലും മാർഗമോ ഉപയോഗിച്ചാലും മതി. ഇനിയിപ്പോൾ സ്യൂഡോമോണാസിൽ കുതിർത്തിയിട്ടാണ് വിത്തുകൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യവുമില്ല.
ഇങ്ങനെ പയർവിത്തുകൾ മുളച്ചു വരുമ്പോൾ കരുത്തില്ലാത്തവ പിഴുതു മാറ്റുകയും മുളച്ചിട്ടില്ലാത്ത സ്ഥലത്തേക്ക് കരുത്തുള്ളവ മാറ്റി നടുകയും ഒക്കെ വേണ്ടിവരും. പയർവള്ളികൾ പടർന്നു തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിൽ നമ്മൾ മുമ്പ് കുമ്മായം ഇട്ട് കൊടുത്തിട്ടില്ലാത്ത മണ്ണായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കുമ്മായം ചേർത്തി കൊടുക്കുന്നുണ്ട്. പയറ് ചെടികളുടെ ചുവട്ടിലേക്ക് ആവാതെ സൂക്ഷിച്ച് ഇങ്ങനെയാണ് ഞാൻ കുമ്മായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നീറ്റിയെടുത്തതല്ലാത്ത തനിയെ ഇരുന്ന് പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ്. നീറ്റിയ കുമ്മായപ്പൊടിയും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കുമ്മായം പ്രധാനമായിട്ടും മണ്ണിലെ ഒരു അണുനാശിനിയായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം കുമ്മായപ്പൊടി മണ്ണിലേക്ക് ഒന്ന് ഊർന്ന് ഇറങ്ങത്തക്ക തരത്തിൽ, എന്നാൽ അധികമായിട്ട് ഒലിച്ചു പോകാത്ത തരത്തിൽ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുമ്മായം കലങ്ങിയ വെള്ളം അധികമായിട്ട് പയറ് ചെടികളുടെ മുരട്ടിലേക്ക് ഒലിച്ചു കയറി ഉറഞ്ഞുകൂടാതെയും ശ്രദ്ധിക്കണം. കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുമ്പോൾ, അതായത് 2-3 ആഴ്ചകൾക്ക് മുമ്പേ കുമ്മായം ഇട്ട മണ്ണ് കൊത്തിക്കിളച്ച് മിക്സ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് മണ്ണിലെ കീടാണുക്കളെ നിർവീര്യമാക്കുന്നതിനും മണ്ണിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് ചെയ്യുന്നത്. ഒപ്പം മണ്ണിന്റെ pH ലെവല് ക്രമപ്പെടുത്തിയെടുക്കാനും കഴിയും. ശേഷം കുമ്മായമിട്ട് കുതിർന്ന ഈ മണ്ണ് ഒന്ന് കൊത്തിയിളക്കി വെച്ചു കൊടുക്കുക. ഇത് കുമ്മായമിട്ട് നനച്ചു കൊടുത്ത ചുറ്റുഭാഗങ്ങളിലും ഒരുപോലെ തന്നെ ചെയ്തു വെക്കുക. നല്ല വരൾച്ചയുണ്ടെങ്കിൽ ഒരു തവണ കൂടി വെള്ളം തളിച്ചു കൊടുക്കുക. ഇതൊക്കെ കപ്പില് വെള്ളം മുക്കി നനച്ചു കൊടുത്താലും മതി. പിന്നീട് പയർവള്ളികൾ പടർന്നു കയറാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഇത്. അതിനായിട്ട് പയർച്ചെടികൾ നിരയായിട്ട് നിൽക്കുന്നതിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഒരു പഴയ കയറ് രണ്ടറ്റത്തും കുറ്റിയടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വലിച്ചു കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് തുണി കീറിയതോ വല്ല പഴയ കയറിന്റെ കഷ്ണമോ ഒക്കെ വലിച്ചു കെട്ടിയാൽ മതിയാകും. വേണമെങ്കിൽ ചെടികളുടെ വേരിന് കേടുപാടുകൾ പറ്റാത്ത തരത്തിൽ ചെറുതായിട്ടൊന്ന് കീറി വച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നീട് ഈ കയറിൽ നിന്നും മേലോട്ട് പടർന്നു കയറുന്നതിനുള്ള കയറുകൾ കെട്ടിക്കൊടുക്കാം. അതിനുവേണ്ടി പഴയ തുണി കീറിയതോ പ്ലാസ്റ്റിക് കയറോ ചൂടിക്കയറോ എന്തു വേണമെങ്കിലും കെട്ടിക്കൊടുക്കാം. ഇതുപോലുള്ള ചൂടിക്കയറാണ് പടർന്നു കയറി പിടിച്ചു കയറാൻ വേണ്ടി വളരെ നല്ലത്. പന്തല് കെട്ടുന്നതിന് വേണ്ടിയിട്ട് കാലുകളും മേൽഭാഗത്ത് ബലമുള്ള ബാറുകളും ഒക്കെ കെട്ടിക്കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു ഉപായത്തിനുള്ള പണിയെ ചെയ്തിട്ടുള്ളൂ. ഇത് ഇലക്ട്രിക് സർവീസ് വയറിനൊപ്പം കൊടുക്കുന്ന ഒരു തരം സ്റ്റേ വയറാണ്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയില്ല, പെട്ടെന്ന് വലിഞ്ഞു നീളുകയും ഇല്ല. പന്തല് നന്നായിട്ട് നിലനിൽക്കണമെങ്കിൽ നല്ല ബലമുള്ള ബാറുകൾ തന്നെ കെട്ടിക്കൊടുക്കേണ്ടതായിട്ട് വരും. മീറ്ററിന് 20 രൂപ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന വലിയ കണ്ണികളുള്ള പ്ലാസ്റ്റിക് നെറ്റാണ് കെട്ടിക്കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെടികൾ കുറവുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ ചിലതൊക്കെ മാറ്റി പറിച്ച് നട്ടിട്ടുണ്ട്. വള്ളികൾ മേലോട്ട് പടർന്ന് കയറി തുടങ്ങിയാൽ ആദ്യത്തെ ഒരു ചെറിയ വളം ചേർത്ത് കൊടുക്കുക. ഇതിനുവേണ്ടി 4 അളവ് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ എടുത്തിട്ട് അതിലേക്ക് 1 അളവ് വേപ്പിൻ പിണ്ണാക്കും 1 അളവ് കടല പിണ്ണാക്കും 1 അളവ് ചാരവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. മുഞ്ഞയും ഇലപ്പേനും തണ്ടുതുരപ്പൻ പുഴുവും വരാതിരിക്കുന്നതിന് എല്ലുപൊടി ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലുപൊടി വേണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ 1 അളവ് നല്ല ഇനം എല്ലുപൊടി വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഴയ ഗ്രോ ബാഗുകളിലുള്ള മണ്ണ് ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ചെലവ് കുറഞ്ഞ ഒരു സോയിൽ മിക്സ് വളമാണ്. ഇത് ആദ്യം പറഞ്ഞതും ഇതിനും ഒരേ ഗ്രേഡ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ചെലവ് കുറഞ്ഞ ഈ സോയിൽ മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എന്റെ ചാനലിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ആ വീഡിയോ പോയി കാണുകയും ചെയ്യാം. ചാക്കുകളിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇതെടുത്ത് ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചാരം കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം പറഞ്ഞതുപോലെ ഇതാണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നതെങ്കിൽ പയർച്ചെടികളുടെ മുരട്ടിലേക്ക് ആവാതെ 2 വശങ്ങളിലുമായിട്ട് ഒരു വരമ്പ് പോലെ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. 2-3 ദിവസം ഇതിന്റെ ഉള്ളിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഈ വളം പരത്തി കൊടുത്താൽ മതി. ഇത് ഒരു മണ്ണ് വളം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതല്ല, ആദ്യം പറഞ്ഞ ചാണകപ്പൊടി കലർത്തിയ വളമാണ് ഇട്ടുകൊടുക്കുന്നതെങ്കിൽ അത് ഇവിടെ പരത്തിയിട്ടതിന് ശേഷം അതിലേക്ക് മണ്ണ് കയറ്റി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ഇത് ഇതിന്റെ മധ്യഭാഗത്തേക്ക് തട്ടിയിട്ട് കൊടുക്കുക.
തുടക്കത്തിലെ വളം ഇതിന്റെ മുരട്ടിലേക്ക് ഇട്ട് കൊടുക്കാത്തതിന്റെ കാരണം വേര് ചീയലും തണ്ട് അഴുകലും മറ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യം പറഞ്ഞ തരത്തിലുള്ള ചാണകപ്പൊടി അടക്കമുള്ള വളമാണ് ഇട്ടുകൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ പരത്തിയിട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ചുറ്റിലും ഉള്ള കുമ്മായം കലർന്ന മണ്ണ് കോരി ഇട്ട് കൊടുക്കുന്ന രീതിയിലും ചെയ്യാം. ശേഷം വളം പുറത്തേക്ക് ഒലിച്ചു പോകാത്ത തരത്തിൽ നനച്ചു കൊടുക്കുക. ഇതിപ്പോ കപ്പില് വെള്ളം മുക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഈ പൈപ്പ് വാട്ടർ ടാപ്പിന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ നനയ്ക്കുന്നത്. ഈ സാധനം കൃഷി സാമഗ്രികൾ വിൽക്കുന്ന കടകളിൽ നിന്നും 20 ഉറുപ്പികക്ക് വാങ്ങാൻ കിട്ടും. വേനൽക്കാലത്ത് അധികമായ വരൾച്ച ഉണ്ടെങ്കിലേ അധികമായിട്ട് നനയ്ക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം വളരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ഇതോടൊപ്പം ഇതിന്റെ 2 വശങ്ങളിലും നന്നായി നനച്ചു കൊടുക്കണം. വേനൽക്കാലത്താണെങ്കിലും വർഷകാലത്താണെങ്കിലും പയറ് കൃഷി ചെയ്യുമ്പോൾ അതിന്റെ തറ നിരപ്പിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കണം. ഇതിന് നീർവാർച്ചയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാഴ്ച മുമ്പ് ഇതിന്റെ ചുറ്റുവശങ്ങളിലും കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കുമ്മായം ഇട്ട് കൊടുത്ത സ്ഥലം ഒന്ന് നന്നായി കൊത്തിയിളക്കി വെക്കണം. ഇത് ചെയ്യുമ്പോൾ ചെടികളുടെ വേരുകൾക്ക് കേടുപാടുകൾ പറ്റാതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ചുറ്റുഭാഗങ്ങളിലേക്ക് വേരുകൾ വന്നിട്ടുണ്ടായിരിക്കുകയില്ല. അതിനുശേഷം ഇതിന് ചുറ്റുഭാഗത്തുമുള്ള കുമ്മായം ചേർത്ത ഇളക്കി വെച്ച ഈ മണ്ണ് ഇതിന്റെ കടക്കിലേക്ക് ഈ വളമിട്ട് കൊടുത്ത ഭാഗങ്ങളിലേക്ക് കുറേശ്ശെ കോരി ഇട്ട് കൊടുക്കുക. എന്നാൽ ആദ്യം പറഞ്ഞ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ചേർത്ത് മിക്സ് ചെയ്ത വളമാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ മണ്ണ് അതിന് മുകളിലേക്ക് അപ്പോൾ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പയറ് ചെടികൾ അധികമായി വളർന്നിട്ടില്ലാത്ത ഈ സമയത്ത് വളരെ കുറേശ്ശെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ വളം ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പയർവള്ളികൾ വാടിക്കരിഞ്ഞു പോകാത്ത തരത്തില് 2-3 ദിവസം മുമ്പ് തന്നെ ഇതിലേക്ക് വെള്ളം നനച്ചു കൊടുക്കാതെ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയാകുമ്പോൾ ഒലർന്നു കിടക്കുന്ന ഈ മണ്ണ് വളരെ ഭംഗിയായിട്ട് കൂട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യാൻ കഴിയും. ഇങ്ങനെ വളമിട്ട് മണ്ണ് കയറ്റി ഇട്ടതിന് ശേഷം ആവശ്യമെങ്കിലും മാത്രം ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പയറുവള്ളികൾ ഇതുപോലെ തീരെ ചെറിയ ചെടികളായിരിക്കുമ്പോൾ ഇതിലേക്ക് അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ ഇതിന് വേര് ചീയലും തണ്ട് അഴുകലും മറ്റുമുള്ള രോഗങ്ങൾക്ക് കാരണമാകും. ഇതിപ്പോ വളം ചേർക്കുന്നതിന് മുമ്പ് 3 ദിവസവും അതിന് ശേഷം 1 ദിവസവും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെള്ളം നനച്ചു കൊടുക്കുന്നത്. പയറ് ചെടികളുടെ ഈ ഘട്ടത്തില് ദിവസവും 1 നേരം അതല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 1 നേരം മാത്രം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നീട് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പടർന്നു കയറാനും നന്നായി വേര് പിടിക്കാനും തുടങ്ങിയിട്ടുണ്ടാകും. ഈ സമയത്ത് ചുറ്റുഭാഗങ്ങളിൽ നിന്നും കുറച്ച് മണ്ണ് കയറ്റിയിട്ട് കൊടുക്കണം. ഇപ്പുറത്തും അപ്പുറത്തും ആയിട്ട് മുമ്പ് ഇട്ടുകൊടുത്ത മണ്ണിന് മുകളിലേക്കാണ് ഇപ്രാവശ്യം ചുറ്റുഭാഗത്തു നിന്നും കൊത്തിയിളക്കിയ മണ്ണ് ഇട്ടുകൊടുക്കേണ്ടത്. മണ്ണ് ഇടിഞ്ഞു വീണ് പരക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ പതിയെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇതുകൂടി ചെയ്തു കഴിയുമ്പോൾ പയറ് ചെടികളുടെ തടം ഉയർന്നു നിൽക്കുന്നതും നല്ല നീർവാർച്ചയുള്ളതും ആയിട്ടുണ്ടാകും. ഇങ്ങനെയാകുമ്പോൾ പയറ് ചെടികളുടെ വേര് ചീയലും തണ്ട് അഴുകലും മറ്റുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല. ഇതിന് മുകളിലേക്ക് ആവശ്യം പോലെ വെള്ളവും ജൈവ സ്ലറി ദ്രാവക വളം ഒക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇനി എന്തെങ്കിലും അമിതമായാൽ പോലും അതെല്ലാം ഊർന്നിറങ്ങി നല്ല ഒരു അവസ്ഥ ഈ തടത്തിന് കിട്ടുകയും ചെയ്യും. വള്ളികൾ പടർന്നു കയറുന്നതിന് മുമ്പായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഒരു നെറ്റ് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ഉപായത്തിന് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന എന്തെങ്കിലും കാലുകളിലേക്കോ മരത്തിലേക്കോ ഒക്കെ വലിച്ച് കെട്ടിക്കൊടുത്താലും മതിയല്ല. ഈ പ്രായത്തിലുള്ള പയർവള്ളികൾക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ വെള്ളം നനച്ചു കൊടുത്താൽ മതി. രോഗങ്ങളൊന്നും തന്നെ വന്ന് പെടാതിരിക്കുന്നതിനും നന്നായി തഴച്ച് വളരുന്നതിനുമായിട്ട് ഇതിന്റെ മണ്ണിലേക്ക് പലപ്പോഴായിട്ട് 4 ഇല പ്രായം മുതൽക്ക് തന്നെ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നിരിക്കണം. ഇങ്ങനെ പയർവള്ളികള് മേലെ പന്തലിലേക്ക് പടർന്ന് കയറി തുടങ്ങിക്കഴിഞ്ഞാല് ഇതിന് കുറേശ്ശെ ചാരം ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് അടുപ്പിൽ കത്തിച്ചതോ അല്ലാത്തതോ ആയിട്ടുള്ള വെണ്ണീർ കുറേശ്ശെ ഇതിന്റെ 2 വശങ്ങളിലും ഓരോ പിടി വാരിയിട്ട് ഇങ്ങനെ വെതറി ഇട്ടുകൊടുക്കുക. പിന്നീട് വെള്ളം നനയ്ക്കുമ്പോൾ കുറേശ്ശെ അത് ഊർന്നിറങ്ങി അടിയിലേക്ക് ചെന്നുകൊള്ളുകയും ചെയ്യും. പന്തലിലേക്ക് പടർന്നു കയറിയതിന്റെ ശേഷം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി.
2 3 ആഴ്ചകൾ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പയറ് കൃഷിക്ക് വളരെ നല്ലതാണ്. ഇത് വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രമേണ മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും. എന്നാലും ഈ ചാരം എന്നത് അമിതമായിട്ട് ഇട്ടുകൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന പഴം പച്ചക്കറികളുടെ വേസ്റ്റുകളും അതുപോലെ പലതരത്തിലുള്ള പച്ചിലകളും മറ്റും ഒക്കെ വെച്ചിട്ട് ശരിയായ രീതിയിൽ തയ്യാറാക്കുന്ന ജൈവ സ്ലറി ദ്രാവക വളങ്ങളും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കഞ്ഞിവെള്ളവും മറ്റും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വളങ്ങളും ഒക്കെ വല്ലപ്പോഴും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതുണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയും എന്റെ ചാനലിൽ ഉണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി കാണാവുന്നതാണ്. അങ്ങനെ ഒരു ആഴ്ച കൂടി കഴിഞ്ഞതിന്റെ ശേഷം വള്ളികൾ പന്തലിൽ പടർന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന് ചെറുതായിട്ടൊരു വളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വിത്ത് കുത്തിയിട്ടിട്ട് ഇന്നേക്ക് കൃത്യം 1.5 മാസം ആയിട്ടുണ്ട്. വളം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് മാത്രമുള്ള ഒരു അളവ് പാത്രം എടുക്കുക. 4 അളവ് ചാണകപ്പൊടി, 1 അളവ് കടലപ്പിണ്ണാക്ക്, 1 അളവ് വേപ്പിൻ പിണ്ണാക്ക്, 1 അളവ് ചകിരിച്ചോറ് മുതലായവ ചേർത്ത് വളരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി സംസ്കരിച്ചെടുത്ത ചകിരിച്ചോറ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്തിയാൽ മതി. അല്ലെങ്കിൽ ചകിരിച്ചോറ് ചേർക്കണ്ട. സംസ്കരിച്ചെടുക്കാത്ത ചകിരിച്ചോറാണെങ്കിൽ നമ്മുടെ ഈ കൃഷിക്ക് ദോഷം ചെയ്യും. ഇലകൾക്ക് കുരുടിപ്പും മറ്റു രോഗങ്ങളും ഒക്കെ വരാനും സാധ്യതയുണ്ട്. പയറ് ചെടികളുടെ രോഗപ്രതിരോധ ശേഷിക്കും നല്ല വളർച്ചയ്ക്കും വേണ്ടി ഇതിലേക്ക് 2 3 ടീസ്പൂൺ സ്യൂഡോമോണോസ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള സ്യൂഡോമോണാസ് പൗഡർ കൃഷി സാമഗ്രികളും വളം വിൽക്കുന്നതും ആയിട്ടുള്ള കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. എല്ലാം കൂടി ചേർത്ത് വളരെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറെ അധികമൊന്നും ഇല്ല. ഇത്രയും പയറുവള്ളികൾക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാനുള്ള വളമേ ഉള്ളൂ. ഇതിനു വേണ്ടി ഒരു ദിവസമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒലർത്തിയിട്ടതിന് ശേഷം വേരുകളൊന്നും അറ്റുപോകാത്ത തരത്തിൽ ചെറുതായിട്ടൊന്ന് കൊത്തിയിളക്കിയതിന് ശേഷം വളം ഇട്ടുകൊടുക്കുക. ചെടികളുടെ കടക്കലേക്ക് കൂനിക്കൂടി കെട്ടിക്കിടക്കാത്ത തരത്തിൽ പരത്തി വിതറിയിട്ട് കൊടുത്താൽ മതി. പയറ് കൃഷിക്ക് ഇതുപോലെ ചെറിയ തോതിലുള്ള വളങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നീട് ഈ വളത്തിന് മുകളിലേക്ക് ഇതിന് ചുറ്റുമുള്ള മണ്ണ് കുറേശ്ശെ ഒന്ന് വാരി വിതറി കൊടുക്കുക. അതിനു മുകളിലേക്ക് കുറച്ച് കരിയിലകളോ ചപ്പ് ചവറുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒന്ന് പൊതയിട്ട് കൊടുക്കണം. ഉണങ്ങിയതായിട്ടുള്ള പുല്ലും പൊന്തയും ഒക്കെയും വെച്ചു കൊടുക്കുക. മേലോട്ട് കയറുന്ന വള്ളികൾ വലത്തോട്ട് ചുറ്റി വെച്ചു കൊടുക്കുക. പന്തലിൽ പടരുന്ന വള്ളികൾ ഫ്രീ ആയി കിടക്കുന്ന ഭാഗത്തേക്ക് തലപ്പുകൾ മാറ്റി വെച്ചു കൊടുക്കുക ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പയറുവള്ളികൾ ഒരേ സ്ഥലത്ത് തന്നെ ചുറ്റിപ്പിണഞ്ഞ് കട്ട പിടിച്ച് കിടക്കും. 35 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പൂവും കായും ഒക്കെ വന്നിട്ടുണ്ടാകും. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം നനച്ചു കൊടുക്കുക. അതുപോലെ ആഴ്ചയിലൊരിക്കൽ ജൈവ സ്ലറി ദ്രാവക വളങ്ങൾ ഉണ്ടാക്കിയതും അതുപോലെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്ത് പുളിപ്പിച്ചതുമായിട്ടുള്ള വളങ്ങളും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കലോ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ 1 ടീസ്പൂൺ സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് നമുക്ക് ഇതിന്റെ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് ചെറിയൊരു പാത്രത്തിൽ കലക്കിയതിന് ശേഷമാണ് വലിയ 10 ലിറ്ററിന്റെ ബക്കറ്റിലേക്ക് ചേർത്ത് നേർപ്പിച്ചെടുക്കുന്നത്. സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം അതിരാവിലെയോ വൈകുന്നേരമോ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പടരുന്ന വള്ളികളിൽ ഇപ്പോൾ ധാരാളമായിട്ട് പൂക്കളും കായ്കളും ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടാകും. തിരിയിടുന്ന ഓരോ പയറും അതിവേഗത്തിൽ നമുക്ക് അറുത്തെടുക്കാനുള്ള പരുവത്തിലായി കിട്ടും. പടർന്നു കയറുന്ന വള്ളിത്തണ്ടിലായിരിക്കുമല്ലോ ആദ്യം പയറ് കായ്ച്ചു തുടങ്ങുക. ഇത് ആദ്യം തിരിയിട്ട ആ 2 ഇങ്ങോട്ട് അറുത്തെടുത്തതാണ്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും അതല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ഓരോ ദിവസങ്ങളിലും പരുവമായ പയറ് അറുത്തെടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ധാരാളമായി കായ്ച്ചു തുടങ്ങിയ ഈ സമയത്ത് ഇതിന്റെ തടത്തിലേക്ക് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയോ ഉണങ്ങി പൊടിച്ച ആട്ടിൻ കാഷ്ടമോ ഒക്കെ ഇട്ടുകൊടുക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അധികമായി കട്ടകൾ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഒരിക്കൽ തന്നെ ധാരാളമായിട്ട് ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. വല്ലപ്പോഴും ഒക്കെ കുറേശ്ശെ എടുത്ത് വിതറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചാണകപ്പൊടിയോടൊപ്പം കുറേശ്ശെ ചാരവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വിതറി കൊടുക്കുന്നതും നല്ലതാണ്.
ആദ്യം ഇട്ടുകൊടുത്ത കരിയിലകളും ചപ്പുചവറുകളും മറ്റും ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ദ്രവിച്ച് കമ്പോസ്റ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി കരിയിലകളും ചപ്പുചവറുകളും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കണം. കരിയിലകൾ തന്നെ വേണം എന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള ചപ്പുചവറുകൾ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്താലും മതി. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് മണ്ണ് വിതറിക്കൊടുക്കുക. ഈ മണ്ണ് അധികമാകാതെ നോക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്ക് ഊർന്നിറങ്ങി പോകത്തക്ക തരത്തിൽ മാത്രം മണ്ണ് ഇട്ടുകൊടുത്താൽ മതി. പയറിന്റെ തടത്തിന് ചുറ്റും മണ്ണ് ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണ് വാരിക്കൊടുന്ന് ഇങ്ങനെ ഇട്ടുകൊടുത്താലും മതിയല്ല. പിന്നീട് പല ദിവസങ്ങളിലായിട്ട് നമ്മൾ വെള്ളവും അതുപോലെ ജൈവ സ്ലറി ദ്രാവക വളങ്ങളും മറ്റും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മണ്ണ് ഇതിനുള്ളിലേക്ക് ഊർന്നിറങ്ങി ചെന്ന് പോകുകയും ചെയ്യും. പയർവള്ളികള് പന്തലില് പൂർണ്ണമായിട്ടും പടർന്ന് നിറയണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയണം. ആദ്യം ഒറ്റപ്പെട്ട് കായ്ച്ചു തുടങ്ങിയ പയറുകളൊക്കെയും പറിച്ചെടുത്ത് കഴിഞ്ഞതാണ്. ദിവസവും കുറച്ച് സമയമെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഇങ്ങനെ വള്ളിപ്പയർ കൃഷി ചെയ്യേണ്ടത്. വള്ളിപ്പയർ അറുത്തെടുക്കാൻ പരുവമായി മൂപ്പെത്തുന്നതിന് മുമ്പേ വേഗം അറുത്തെടുക്കുകയാണെങ്കിൽ അത് വീണ്ടും അതിവേഗത്തിൽ കായ്ച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുവളപ്പിലോ അടുക്കളത്തോട്ടത്തിലോ ഒക്കെ ഇതുപോലെ വള്ളിപ്പയർ വളരെ നന്നായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പയർ കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി